നമ്മളിപ്പോൾ കാണുന്ന ഇറാൻ US ഇസ്രായേൽ വാർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു, വാണിജ്യ യുദ്ധം. അപ്പോൾ ആ വാണിജ്യ യുദ്ധം ഇങ്ങനെ ട്രംപ് തീരുവ കൂട്ടുന്നു, 140% തീരുവ കൂട്ടുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് അത് അവസാനിച്ചത്? അല്ല അങ്ങനെ ട്രംപ് പിന്മാറിയതല്ല. ചൈന ഒരു കാര്യം ചെയ്തു, നിങ്ങൾ തീരുവ കൂട്ടിക്കോളൂ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, റെയർ എർത്ത്സ്, മിനറൽസ്, അതായത് അപൂർവ ധാതുക്കൾ. ഈ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചിപ്പ് നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമേരിക്ക ലോകത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ടെക്നോളജി ആണ് ചിപ്പുകൾ, സെമി കണ്ടക്ടറുകൾ. ഇത് ഞങ്ങളങ്ങ് തരുന്നില്ല, അതിൻ്റെ സപ്ലൈ ചെയിൻ ഞങ്ങളങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം സൗത്ത് കൊറിയയിലെ ബുസാനിൽ വെച്ചിട്ടാണ് പിന്നീട് ട്രംപും ഷീ ജിൻപിങ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഈ പ്രശ്നം തീർക്കുകയും ചെയ്തു, കൈ കൊടുത്ത് പിരിയുകയും ചെയ്തത് ആണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കും, ഇതേ സെയിം സ്ട്രാറ്റജിയല്ലേ ഇറാനും പറ്റുന്നു. അപ്പോൾ വാണിജ്യ യുദ്ധത്തിൽ അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ ചൈന എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇറാനും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രാറ്റജിയും ഒന്ന് തന്നെയാണ്. ഒരു വശത്ത് നിങ്ങൾക്ക് ഇനി സെമി കണ്ടക്ടർ ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ അടുത്ത് തീരുവ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇനി സെമി കണ്ടക്ടർ ഉണ്ടാക്കണ്ട എന്ന് ചൈന പറയുമ്പോൾ ഇറാൻ പറയുന്നത് എന്താണ്, ഞങ്ങളുടെ നേതാക്കളെ കൊന്ന് ഞങ്ങളുടെ മേലെ യുദ്ധം അടിച്ചേൽപ്പിച്ച നിങ്ങൾ ഇനി അങ്ങനെ എണ്ണ കൊണ്ടുപോകണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുപേരുടെയും സ്ട്രാറ്റജി ഒന്നാണ്. അപ്പോൾ ഇത് ട്രംപ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ട്രംപ് മനസ്സിലാക്കുന്നുണ്ട്. ട്രംപ് ഒരു ചൈന വിരോധിയല്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപിന് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അതുകൊണ്ട് ഇമാരെ നമുക്ക് വെറുത്ത് കളയാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല ട്രംപ്. ട്രംപിന് അങ്ങനെ ഒരു ചൈന വിരോധം ഇല്ല. ആക്ച്വലി ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ചൈനയായിട്ട് നല്ല ബിസിനസ്സാണ്, ബിസിനസ് ഓക്കെ, മോശം ബിസിനസ് ആണെങ്കിൽ എന്നാൽ ഞാൻ നിങ്ങളുടെ പേരിൽ താരിഫ് അടിച്ചേൽപ്പിക്കും, ഇതാണ് ഒരു ട്രംപിൻ്റെ രീതി. പക്ഷേ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ തന്നെ ചൈന ഹോക്കിഷ് എന്ന് പറയാവുന്ന ചൈന വിരുദ്ധരായ ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഒരു കമ്മ്യൂണിക്കെ ഉണ്ട്, ചൈന ഞങ്ങളുടെ AI ടെക്നോളജി കോപ്പി അടിക്കുന്നു, അവരുടെ ഡീപ് സീക്കിന് വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള AI സാങ്കേതിക വിദ്യ കോപ്പി അടിച്ച് അവരതിനെ പരിപോഷിപ്പിക്കുന്നു, അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് ഇറങ്ങിയിരുന്നു. ഇത് എന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ വാഹ്വേ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുണ്ട്, മൊബൈൽ ഫോണൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. വാഹ്വേ ലോകത്തെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ അവരാണ് സഹായിക്കുന്നത്. ഇപ്പോൾ 4G 5G നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നവരാണ്, അതിൻ്റെ ടെക്നോളജി അവരുടേതാണ്. അപ്പോൾ ചൈനയെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം, ഈ വാഹ്വേ പോലുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു, സ്പൈ വർക്ക് നടത്തും. അവരിപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വികസിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ സ്പൈ വർക്ക് നടത്തും എന്നാണ് അവർ പറയുക. അവരുടെ ഡാറ്റ ചോർത്തിയെടുക്കും. അതിപ്പോൾ അമേരിക്കയാലും ഇപ്പോൾ കാനഡ അവരുടെ വാഹുവയുടെ CEO അറസ്റ്റ് ചെയ്തു അമേരിക്കയുടെ ആവശ്യപ്രകാരം. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ ആ ഒരു റൈവൽ കുറേ നാളായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ചൈന ഇവരുടെ ടെക്നോളജി മോഷ്ടിക്കുന്നു, ടെക്നോളജി കോപ്പി അടിക്കുന്നു, പാറ്റന്റ് നിയമങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം ഒരു വശത്തുണ്ട്. മറുവശത്ത് ചൈനയുടെ ഈ ഉൽപ്പാദന ധാരാളിത്തം, അവർ ധാരാളം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രൊഡക്ഷനെയും തൊഴിലില്ലായ്മയ്ക്കും കാരണമാകുന്നു എന്നുള്ള ആരോപണം മറുവശത്ത്. ഇതൊക്കെ നിലനിൽക്കെ തന്നെ ഈ ഷീ ജിൻപിങ് ട്രംപിൻ്റെ ഫസ്റ്റ് ടൈമിൽ അദ്ദേഹം ചൈന സന്ദർശിച്ചിരുന്നല്ലോ. ഷീ ജിൻപിങ് ഈസ് ആൻ അമേസിങ് പേഴ്സൺ എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുക. അങ്ങനെ വലിയ തർക്കമൊന്നുമില്ല അവരുമായിട്ട്. പക്ഷെ പ്രശ്നം എവിടെയാണ്? പ്രശ്നം കിടക്കുന്നത് ബിസിനസ്സിലാണ്. ഇനി ഇറാൻ വിഷയത്തിൽ ഈ ചൈന പറഞ്ഞാൽ ഇറാൻ കേൾക്കും, ചൈനയെ കൊണ്ട് എന്ത് ചെയ്യാം, ഇവരുടെ ന്യൂക്ലിയർ പ്രൊജക്റ്റ് നിർത്തിവെപ്പിക്കാം എന്നുള്ളതായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സന്ദർശനം ലക്ഷ്യമായിട്ട് എല്ലാവരും പറയുന്നത്. അതുവഴി എന്ത് ചെയ്യണം, ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് തുറക്കണം, ഇറാൻ വാർ അവസാനിപ്പിക്കണം, അതിന് ചൈനയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളതായിരിക്കും. അതെങ്ങനെയാണ് സാധിക്കുക? അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്, അത് പറയാൻ വേണ്ടിയല്ല ഞാൻ പോകുന്നത്, ചൈനയെ ഇടപെടിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അത് ചൈനയോട് എങ്ങനെ പറയും? കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുന്നതും റെയർ എർത്ത്സ് അമേരിക്ക കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഒരേ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഒരു വശത്ത് വാണിജ്യ യുദ്ധമാണെങ്കിൽ മറുവശത്ത് റിയൽ യുദ്ധമാണ്. പക്ഷേ അതിന് നേരിടുന്നത് ഇരു രാജ്യങ്ങളും, ഇറാനും ചൈനയും ഒരേ രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ ചെയ്ത പണി നിങ്ങൾ ചെയ്യരുത് എന്ന് ചൈനയോട് ഇറാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ന്യൂക്ലിയർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും സിവിലിയൻ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. ചൈന പറയാണ് ഞങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കണ്ട ഇനി എന്ന് അവർക്ക് പറയാൻ പറ്റും? ഇല്ല. എന്ന് മാത്രമല്ല, ചൈനയുടെ വിദേശ നയം തന്നെ അങ്ങനെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയേ അല്ല. അവരൊരു മീഡിയേറ്റർ റോളിലേക്ക് വരാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇനി ഇതിൽ തന്നെ മീഡിയേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ അനുകൂല മീഡിയേഷൻ അങ്ങനെ സംഭവിക്കും ചൈനയ്ക്ക്, അത് നടക്കില്ല. അപ്പോൾ ഈ വരുന്ന വരവിൽ ഇപ്പോൾ കുറേ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഇപ്പോൾ എലോൺ മസ്ക് ഒക്കെ കൂടെ വരുന്നുണ്ട്. കുറേ കൂടി ഒരു നല്ല വ്യാപാര ബന്ധത്തിന് ശ്രമിക്കുമായിരിക്കും. പിന്നെ ഈ തായ്വാനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലൊക്കെ എന്തെങ്കിലും ടോക്ക് നടക്കുമായിരിക്കും. എന്നതിനപ്പുറം ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഇറാൻ യുദ്ധത്തിൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ വിഷയത്തിൽ ചൈന ഏതെങ്കിലും തരത്തിൽ ഇൻവോൾവ് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ
ഇറാനെ ഒറ്റുകൊടുക്കുന്നൊരു സമീപനം ചൈനയിൽ നിന്നുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല.